അതുപോലെ തന്നെ ഇപ്പോൾ പ്രൈസ് ഇപ്പോൾ ഡാറ്റ റിലീസ് ആവുന്ന സമയത്ത് താഴത്തേക്കാണ് ഡ്രോപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 4100 ലെവൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബൈയിങ് ഗോൾഡിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഇതൊരു ബൈ ലെവലാണ് ഇപ്പോൾ പറഞ്ഞത്. ആൻഡ് ഒരു സെൽ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഇന്ന് ഓപ്പൺ ചെയ്ത ഒരു ഡേ ക്യാൻഡലിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സെൽ ലെവൽ തന്നെയാണ്. ആൻഡ് അതിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. സോ നമ്മൾ യെസ്റ്റർഡേ നമ്മൾ മാർക്കറ്റിൻ്റെ കുറച്ച് ഔട്ട്ലുക്ക് ഒക്കെ കണ്ടായിരുന്നല്ലേ. സോ ഇന്ന് എന്തായിരിക്കും നമുക്ക് നോക്കാം. ഇന്ന് പ്രധാനമായിട്ടുള്ളൊരു ന്യൂസ് ഇവൻ്റ് ഉള്ളൊരു ഡേ ആണ്. CPI ഡാറ്റ ന്യൂസ് ഈവനിങ് 6 o'clock റിലീസ് ആവുന്ന ഡേ ആണ്. അപ്പോൾ നോക്കുമ്പോൾ മോർണിംഗ് തൊട്ട് തന്നെ ഗോൾഡ് നല്ല അഗ്രസീവ് ആയിട്ടുള്ള സെൽ ഓഫാണ് നടന്നത്. ഏകദേശം ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഡെയിലിയിൽ ഓപ്പൺ ചെയ്ത് അതിനുശേഷം നല്ല രീതിയിൽ പ്രൈസ് ഡ്രോപ്പായി. സോ നമ്മൾ മോർണിംഗ് തന്നെ ഒരു ബൈ സെറ്റപ്പ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്താ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു ആയത്. അതിനുശേഷം ഇപ്പോൾ റീസെൻറ്റ് ഇപ്പോൾ ഒരു കുറച്ച് നേരത്തെയാണ് നമുക്കൊരു സെൽ സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്തത്. അതിപ്പോൾ ഓൾറെഡി ഒരു TP1 അത് ബുക്കായിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി സ്റ്റിൽ റണ്ണിങ് ആണ്. നമുക്ക് എന്താണ് ഇനി CPI ഡാറ്റയിൽ ന്യൂസ് റിലീസ് ആകുമ്പോൾ മാർക്കറ്റ് ഏതൊക്കെ പൊസിഷനിലേക്കാണ് റിയാക്ഷൻ വരാൻ ചാൻസ് ഉള്ളത് നോക്കാം. അതിനിപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് പ്രൈസ് നിൽക്കുന്നത് ഒരു 15 മിനിറ്റിൻ്റെ ഒരു ഓർഡർ ബ്ലോക്കിലാണ്, അതായത് ഒരു ഡിമാൻഡ് ഏരിയയിലാണ് 15 മിനിറ്റിന് നിൽക്കുന്നത്. ആൻഡ് 15 മിനിറ്റിൽ തന്നെ നമുക്ക് ഓൾറെഡി ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്, അതായത് ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ഓൾസോ പ്രൈസ് ഈ ഡിമാൻഡിലുമാണ് ടാപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെൽ ലെവൽസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു 1 hour ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇൻവേഴ്സ് ഫെയർ വാല്യൂ ക്യാപ്പിൻ്റെ ഒരു ലെവലുണ്ട്. പ്രൈസ് ഇവിടെ നമുക്ക് റിയാക്ട് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രൈസ് ഇപ്പോൾ ഡാറ്റ റിലീസ് ആവുന്ന സമയത്ത് താഴത്തേക്കാണ് ഡ്രോപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 4100 ലെവൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബൈയിങ് ഗോൾഡിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഇതൊരു ബൈ ലെവലാണ് ഇപ്പോൾ പറഞ്ഞത്. ആൻഡ് ഒരു സെൽ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഇന്ന് ഓപ്പൺ ചെയ്ത ഒരു ഡേ ക്യാൻഡലിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സെൽ ലെവൽ തന്നെയാണ്. ആൻഡ് അതിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 hour നമുക്കൊരു ഓർഡർ ഫ്ലോയും പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജൂൺ 9 ക്രിയേറ്റ് ചെയ്ത ഒരു ഓർഡർ ഫ്ലോ ഇവിടെ ഉണ്ട്. സ്റ്റിൽ അത് പെൻഡിങ് ആണ്, അത് അൺമെറ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ഇത് ഒരു 4100 ലെവലിൽ വരാതെയാണ് ഇത് മുകളിലേക്ക് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി കാണുന്ന എല്ലാ സെൽ ഏരിയസും നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും. ഈ 4100 ലെവൽ ഒരു പ്രോപ്പർ ബൈയിങ് ലെവലിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാണുന്ന സെൽ ലെവൽസ് റിയാക്ട് ചെയ്ത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആൻഡ് അറ്റ് ദ മൊമെൻറ്റ് നമുക്ക് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് പ്രൈസ് ഈ കാണുന്ന ഒരു 4130 അല്ലെങ്കിൽ 28 എന്നുള്ള ലെവലിലേക്ക് ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഏരിയയിലേക്ക് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയ ഒരു ബൈ എടുത്തിട്ട് എക്സിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് ആഫ്റ്റർ ന്യൂസ് ഇവൻറ്റിന് ശേഷം ഒരു പ്രോപ്പറായിട്ടുള്ള സെൽ സെറ്റപ്പോ അല്ലെങ്കിൽ ഒരു ബൈ സെറ്റപ്പോ കിട്ടിയാൽ മാത്രം എൻ്റർ ചെയ്യുക. ന്യൂസിൻ്റെ സമയത്ത് മാക്സിമം ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമുക്കിനി EURUSDയിലേക്ക് പോവാം. അപ്പോൾ EURUSDയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ ലെവലിൻ്റെ ഒരു ഏരിയ ഒന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് മൂവ് ചെയ്തത്. ആൻഡ് ഗോൾഡിൽ സംഭവിച്ച പോലെ ഇന്നൊരു വലിയൊരു ഫോളോ ഒന്നും ഇവിടെ നമുക്ക് EURUSDയിൽ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അതിവിടെ ഒരു റിയാക്ഷൻ വന്നു. സ്റ്റിൽ പ്രൈസ് മുകളിലേക്ക് ഒരു കൺസോൾട്ടേഷൻ ചെയ്താൽ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ഓർഡർ ഫ്ലോ ലെവലിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു സെൽ റിയാക്ഷൻ കാണിച്ചുകൊണ്ടിട്ടാണ് നിൽക്കുന്നത്. അതിനിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഒരു ഇനഫായിട്ടുള്ള ലിക്വിഡിറ്റീസ്, താഴത്തേക്ക് വീഴാനുള്ള ഒരു ലിക്വിഡിറ്റീസും കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് EURUSD ലെവലിൽ നിൽക്കുന്നത്. ആൻഡ് EURUSD നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക ബെയറിഷ് സെറ്റപ്പ് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിൽ കാണാം നല്ല സെല്ലിങ് നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് വന്നു. അതിനുശേഷം ബൈയിങ് ഭയങ്കര വീക്കായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഒരു മേജർ സെൽ ലെവൽ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു 1 hour ഓർഡർ ഫ്ലോ ലെവലാണ്. ഈ കാണുന്ന ഒരു ബ്ലൂ ഏരിയ എന്ന് പറയുന്നത് ഒരു 1 hour ഓർഡർ ഫ്ലോ ലെവലാണ്. നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലൈൻ വരച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സെൽ റിയാക്ഷൻ കിട്ടുന്ന ഏരിയ ആണ്. സോ അതുപോലെ തന്നെ ആ ഒരു ലൈനിൽ ടാപ്പ് ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ ഈ കാണുന്നൊരു ലോയിലേക്കൊക്കെ പ്രൈസ് വന്ന് അപ്പോൾ ഇവിടുന്ന് സെല്ലെടുത്തവർക്ക് ഇവിടെ ഡെഫിനറ്റ്ലി ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇനി ഏതൊക്കെ ലെവലിൽ നിന്നാണ് നമുക്കൊരു പ്രോപ്പർ ബൈയിങ് ലെവലിൽ നിന്ന് നോക്കാം. ഇപ്പോൾ ഈ കാണുന്ന ഒരു 1 ഡേയുടെ ലെവൽ ഇവിടെ നിന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് ഒരു 1 hour തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് ഈ ഒരു ലെവലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ബൈയിങ് നോക്കാം. ഒരു പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ എടുത്തിട്ട് മാത്രം ചെയ്യുക. അല്ല ഇത് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാണുന്ന 1.14 ലെവലിലേക്ക് പ്രൈസ് ഡ്രോപ്പ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും.
ഓക്കെ, ഈ ഒരു ബൈ ലെവലിൽ എത്താതെയാണ് പ്രൈസ് മുകളിലേക്ക് പോയി ഈ ഒരു ലെവലിൽ നിന്നാണ് സെൽ നടക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി പ്രൈസ് ഈ കാണുന്ന ഒരു ഏരിയയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ CPI ഡാറ്റ റിലീസാവുന്ന ഡേറ്റ് ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡ് വളരെ ശ്രദ്ധിച്ചെടുക്കുക. മാക്സിമം ന്യൂസിൻ്റെ സമയത്ത് ട്രേഡ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് നാളെ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് അനലൈസ് ആയിട്ട് പിന്നെയും കാണാം. താങ്ക് യു സോ മച്ച്.